തൃശൂർ പൂരം വെടിക്കെട്ടിനായുള്ള തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കോപ്പ് നിർമ്മാണം പുരോഗമിക്കുന്നു. 4 മാസം മുൻപ് ആരംഭിച്ച വെടിക്കോപ്പ് നിർമ്മാണം പരമ്പരാഗത വെടിക്കോപ്പ് നിർമ്മാതാക്കളുടെ നേതൃത്വത്തിലാണ് പുരോഗമിക്കുന്നത്. പൂരത്തിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, ചെമ്പൂക്കാവ് ശ്രീ കാർത്യായനി ഭഗവതിയുടെ തിടമ്പാണ് ഇക്കുറി ഏറ്റുക. അമിട്ട്, കുഴിമിന്നൽ, മാലപ്പടക്കങ്ങൾ, ഗുണ്ടുകൾ തുടങ്ങിയവയുടെ നിർമ്മാണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. തൃശൂർ മുണ്ടത്തിക്കോടാണ് പൂരത്തിനായുള്ള വെടിമരുന്നുകൾ നിർമ്മിക്കുന്നത്. പെസോയുടെ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം വിവിധ രാസവസ്തുക്കൾ കൂട്ടിച്ചേർത്ത് ഇവിടെ നിർമ്മിക്കുന്ന വെടിമരുന്നാണ് തേക്കിൻകാട് മൈതാനിയിൽ വാനിൽ വർണ്ണവിസ്മയങ്ങൾ വിരിയിക്കുക. ഇതിനെ സംബന്ധിച്ച് ഇത് ഇങ്ങനെ ഒരു തൊട്ടിലിരിക്കും. കുഴിയുടെ മുഖത്തുനിന്ന് ഇവിടെ തിരി വരും. ഇവിടെ തീ വന്നു കഴിഞ്ഞാൽ ഇവിടെ അടിക്കും. അപ്പോൾ ഈ തൊട്ടിയുടെ അടിയിൽ നിന്നാണ് പിന്നെ മുകളിലേക്ക് അടിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരൊറ്റ പോക്ക. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള വർണ്ണങ്ങളാണോ, ഡൈനാമിറ്റാണോ, കുഴിമില്ലാണോ, എല്ലാറ്റിനും ഇവനാണ് താരം. ഇപ്രാവശ്യം 3 വ്യത്യസ്ത തരത്തിലുള്ള അമിട്ടുകളാണ് ഒരുക്കിയിരിക്കുന്നത്. മാജിക്കൽ ക്രിസ്റ്റൽ, ആകാശത്ത് ഷൂട്ടൗട്ട് നടത്തുന്ന സർജിക്കൽ സ്ട്രൈക്ക്, കൂടാതെ വ്യത്യസ്തമായ ഒരു സന്ദേശം നൽകുന്ന ഒരു അമിട്ടും ഇത്തവണ ഒരുക്കിയിട്ടുണ്ടെന്ന് തിരുവമ്പാടി ദേവസ്വം ജോയിന്റ് സെക്രട്ടറി ശശിധരൻ പറഞ്ഞു. നമ്മൾ ഇപ്രാവശ്യം 3 പുതുമയുള്ള അമിട്ടാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അത് നമുക്കറിയാം, തൃശ്ശൂർ പൂരത്തിൻ്റെ ഇതിലാണ് നമുക്ക് സാമ്പിൾ വെടിക്കെട്ടിനാണ് പുതുമയുള്ള അമിട്ടുകൾ, പുതിയ അമിട്ടുകൾ ഉത്ഭവിക്കാറ്. അത് മാജിക്കൽ ക്രിസ്റ്റലും ഡ്രാഗൺ ഫ്ലൈറ്റും പിന്നെ സർജിക്കൽ സ്ട്രൈക്ക്, ഒരു തീവ്രവാദി ആക്രമണം അതിനെ അനുബന്ധിച്ച് നമ്മൾ ആകാശത്ത് ഷൂട്ടൗട്ട്, അതിനൊരു സർജിക്കൽ സ്ട്രൈക്ക് എന്നുള്ളൊരു പേരും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു സർപ്രൈസായിട്ട് നമ്മളൊരു സന്ദേശം കൊടുക്കുന്നുണ്ട്. അത് മറ്റേ LED കുടയിലാണ്, ആ മുട്ടിൽ വിടുന്ന LED കുടയിലാണ്. അത് നമ്മൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം വെടിക്കെട്ട് കാണാൻ എത്തുന്നവർക്ക് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തിരുവമ്പാടിയും പാറമേക്കാവും തങ്ങളുടെ ഫയർലൈൻ ഉള്ളിലേക്ക് വലിച്ച വെടിക്കെട്ട് കാണികൾക്ക് സ്വരാജ് റൗണ്ടിൽ നിന്ന് കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ.